ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്കിത് തേങ്ങയൊന്നും ചേർക്കാതെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചട്നി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കടലപ്പരിപ്പാണ്. 1 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. ഈ കടലപ്പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇനി ഒന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം, അതുവരെ മാത്രം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഈ പരിപ്പെല്ലാം ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിയ സവാളയിൽ 1 സവാള ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സവാള ചേർക്കുകയാണ്. കൂടെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ 2 കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ആ സവാളയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. കളറൊന്നും മാറണമെന്നുള്ള ആവശ്യമില്ല. നന്നായിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറിയൊരു പീസ് അളവിന് പുളിയാണ്. നമ്മളിതിലേക്ക് തക്കാളി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വാളം പുളിയാണ് കേട്ടോ ചേർക്കുന്നത്. കൂടെ പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. ഒരു കൈപ്പിടി നിറയെ എടുത്തിട്ടില്ല, ഒരു അരപ്പിടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മല്ലിയില എടുത്തതിൻ്റെ നേരെ പകുതി ഭാഗം മാത്രം കുറച്ച് പുതിനയിലയും കൂടി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പുതിനയില ഇല്ലയെന്നുണ്ടെങ്കിൽ മല്ലിയില മാത്രം വെച്ചിട്ട് നമുക്ക് ഇതുപോലൊരു ചട്നി തയ്യാറാക്കാവുന്നതാണ്. പുതിനയില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഇതെല്ലാം നന്നായിട്ട് ഇനി വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ചട്നിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂടൊന്ന് മാറിക്കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാവുന്നതാണ്. ചെറുതായിട്ട് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. നല്ലതുപോലെ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മുടെ ചട്നിക്ക് എത്രത്തോളം കട്ടി വേണമോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ സ്മൂത്ത് ആകണം എന്നുള്ള ആവശ്യമില്ല, ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇത്രയും കട്ടിക്കാനായിട്ടോ ഞാനിപ്പോൾ നമ്മുടെ ചട്നി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചും കൂടി ചേർക്കാനുണ്ട്. താളിച്ച് ചേർക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരല്പം കടുകും ഉഴുന്നും പരിപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർക്കുകയാണ്. ഈ താളിച്ചതും ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള ഒന്നാണിത്. ദോശയുടെയും ഇഡ്ഡലിയുടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതുവരെ ഇതുപോലൊരു ചട്നി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കേട്ടോ. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.